ഹായ്. ബിഗ് ബോസ് സീസൺ 6 വളരെ അടിപൊളിയായിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാ പ്രാവശ്യത്തെയും പോലെ ആദ്യത്തെ ഒരു ഓളം ഈ പ്രാവശ്യമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമാണ് കുറച്ചും കൂടി ജനകീയമായിട്ടുള്ള ഒരു ബിഗ് ബോസ് സീസൺ വന്നത്. അതിൽ വലിയ കച്ചറകളോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതിൽ ഒത്ത എതിരാളികളില്ലായിരുന്നു തന്നെ പറയാം. അല്ലെങ്കിൽ എതിരാളികളെല്ലാം ഉള്ള ഒരു സ്ഥലത്തേക്ക് അക്യുമുലേറ്റ് ചെയ്തു. അതിൻ്റെതായുള്ള ഒരു സൗഹൃദ വലയങ്ങളിലാണ് അത് തീർത്തത്. അഖിൽമാരാർ വിന്നറായി. അഖിൽമാരാർ എന്തുകൊണ്ട് വിന്നറാകാനുള്ള സാധ്യത ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഒന്നാമത്തെ കാര്യം എതിരാളികളില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ മൾട്ടിപ്പിൾ സ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു അദ്ദേഹത്തിന്. പിന്നെ അദ്ദേഹത്തിന് നേരിട്ട ഒരു ഇമോഷണൽ ഒരു എന്താ പറയുക ഒരു സഹതാപ തരംഗവും കൂടി അതിനകത്ത് ആദ്യമേ ഒന്ന് പ്രതിഫലിച്ചു. അതിന് ശേഷമാണ് ആദ്യമേ അഖിൽമാരാർക്കെതിരെ വന്ന ആ ഒരു അസ്ത്രങ്ങളെല്ലാം നേരെ തിരിച്ച് ആയത്. അത് ഉൾട്ടയടിച്ചെന്ന് പറഞ്ഞ പോലെയായിരുന്നു. അപ്പോൾ അതേപോലെയാണ് ഈ പ്രാവശ്യം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് എനിക്ക് തോന്നിയ ഞാൻ ഈ പ്രാവശ്യം ഇത് കാണണമെന്ന് വിചാരിച്ചതിൻ്റെ ഒരു കാരണം കഴിഞ്ഞ പ്രാവശ്യം അഖിൽമാരാർ വിജയിക്കാനുള്ള ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയത് അഖിൽമാരാർ ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് ഞാൻ കാണാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ നമുക്ക് വളരെ ഇഷ്ടമായിരുന്നു. എനിക്ക് തോന്നി അത് തന്നെയാണ് അതിനകത്ത് പ്രതിഫലിച്ചത്. അദ്ദേഹം ഇപ്പോഴും ആ നിലപാട് കൊണ്ട് തന്നെ ഇപ്പോഴും ആരാധകരെയും ഫോളോവേഴ്സിനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരു നല്ല ഒരു കണ്ടസ്റ്റൻ്റാണ് അദ്ദേഹം. ബിഗ് ബോസിന് ശേഷവും ഇത്രയും ജനകീയനായിട്ട് നിൽക്കുന്ന ഒരു ജെന്യുവനായിട്ട് നിൽക്കുന്ന ഒരു നല്ലൊരു കണ്ടസ്റ്റൻ്റാണ് അദ്ദേഹം. അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ ഈ ബിഗ് ബോസിൽ ശരിക്കും അദ്ദേഹത്തിൻ്റെ പേര് കണ്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ശരിക്കും കണ്ടത്. സിജോയാണ്. സിജോ ബിഗ് ബോസിൽ വരാൻ സാധ്യതയുള്ളൊരു കണ്ടസ്റ്റൻ്റാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം സിജോ ആവശ്യമാണ്. സിജോൻ്റെ ഫേസ്ബുക്കും യൂട്യൂബ് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടറിയാം. ഞാൻ സിജോ ആയിട്ടൊക്കെ ഇതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങളിൽ ഞാൻ കമൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ സിജോയ്ക്ക് ഒരു വ്യക്തമായ നിലപാടുണ്ട്. എനിക്ക് തോന്നുന്നു അഖിൽമാരെ പോലെ തന്നെ ഒരു വ്യക്തമായ നമുക്ക് ജനറലായിട്ട് തോന്നണ ചില കാര്യങ്ങളിൽ ഒരു പക്ഷാഭേദം ഇല്ലാണ്ട് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റി, ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. സിജോയ്ക്ക് ഇതിനകത്ത് ഒരു ലാസ്റ്റ് വരെ നിൽക്കാനുള്ളൊരു ക്വാളിറ്റി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം അതിന് അർഹനാണ്. ഇനി ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഗെയിമിൽ എങ്ങനെ സമീപിക്കുന്നു അതിനനുസരിച്ചിരിക്കും ഇതിൻ്റെ അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പ്. രണ്ടാമത് രതീഷ് കുമാർ ഒരു രക്ഷയില്ലാത്ത എല്ലാ രീതിയിലും അടിച്ചു പൊളിച്ച് ഒരു ലൈറ്റ് ഹൗസാണ്. ശരിക്കും ബിഗ് ബോസ് സീസൺ 6 ഒരു ലൈറ്റ് ഹൗസാണ് രതീഷ് കുമാർ ഈ സീസൺ നിൽക്കേണ്ടത് ബിഗ് ബോസിൻ്റെ തന്നെ ആവശ്യമായിട്ടാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ടപ്പോൾ തോന്നിയത്. എല്ലായിടത്തും അദ്ദേഹത്തിൻ്റെ സൗണ്ട് ഉണ്ട്, എല്ലാത്തിലും സ്ക്രീൻ പ്രസൻസ് ഉണ്ട്, നല്ല രീതിയിൽ എക്സ്പോസ്ഡ് ആകുന്നുണ്ട്, എക്സ്പോഷർ കൊടുക്കുന്നുണ്ടെന്ന് വേണം അത് പറയാൻ. അപ്പോൾ രണ്ടുപേരെ ഏകദേശം ഒരു 70 ഡേയ്സിന് മേലെ നിൽക്കാൻ സാധ്യതയുള്ളവരായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇവരിൽ ആരെങ്കിലുമൊക്കെ തന്നെ വിൻ ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരാളാണ് റോക്കി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കണ്ടത്. ഇതിന് മുന്നേ ഒരു കാര്യം പറയാം. രതീഷ് കുമാർ എന്ന് പറഞ്ഞ ആൾ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്. രതീഷ് കുമാർ എന്ന് പറഞ്ഞ ആൾ ശരിക്കും പല്ലവി രതീഷ് എന്ന് പറഞ്ഞ ഒരു മ്യൂസീഷ്യൻ ഉണ്ട്. പല്ലവി എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ ഫാദറായിട്ട് വരുന്നത്. പണ്ട് ഐഡിയ സ്റ്റാർ സിംഗറിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ മോളും ഐഡിയ സ്റ്റാർ സിംഗറിലെ വിന്നറും കൂടിയാണ്. അപ്പോൾ ഏതോ ഒരാൾ ഈ ബിഗ് ബോസ് സീസൺ 6 മത്സരാർത്ഥികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ട് അത്യാവശ്യം നല്ല റീച്ചൊക്കെ ഉണ്ട്. പക്ഷെ ആരും അതിനകത്ത് കമൻറ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടില്ല. അദ്ദേഹം ഷെയർ ചെയ്തിരിക്കുന്ന രതീഷ് കുമാർ എന്ന് പറഞ്ഞാൽ രതീഷ് കുമാർ പല്ലവിയുടെ ഫോട്ടോസാണ്. അതിനകത്ത് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്നത് രതീഷ് കുമാർ പാടും, ഓക്കെ പാട്ടുകാരനാണ്, ആങ്കറാണ്, കൊമേഡിയനാണ്, ഡാൻസറാണ്. ഞാൻ ആലോചിച്ചു ഇതേത് രതീഷ് കുമാറാണ്. കാര്യം നമുക്കറിയാവുന്ന രതീഷ് കുമാർ പല്ലവി ഇങ്ങനെയല്ല. പക്ഷേ ഫോട്ടോ രതീഷ് കുമാർ പല്ലവിൻ്റെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവരുടെ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതാണ്. അപ്പോൾ അയാളല്ല, ഇത് രതീഷ് കുമാർ വേറെയാണ്. അദ്ദേഹത്തിന് നമുക്ക് പരിചിതമുള്ളതാണ്. ആൾക്കാർക്കും പല രീതികളിലും കണ്ടിട്ടുള്ള ഒരാൾ തന്നെയാണ് അദ്ദേഹം. ഇതിൽ പെർഫോമർ തന്നെയാണ്. ഒരു ലൈറ്റ് ഹൗസ് ആണ്. ഈ ബിഗ് ബോസ് സീസൺ 6 ലൈറ്റ് ഹൗസ് ആയിട്ട് ഞാൻ വിശേഷിപ്പിക്കുന്ന ഒരാളാണ് അദ്ദേഹം. റോക്കി, എനിക്ക് അധികം പേരിലേക്ക് ഈ പ്രാവശ്യം നമ്മൾ പോകുന്നില്ല. റോക്കി എന്ന് പറഞ്ഞ ആൾ അത് കൊള്ളാം. അദ്ദേഹത്തിൻ്റെ ഒരു സഹതാപ തരംഗം വരാൻ സാധ്യതയുണ്ട്. കാര്യം ആളൊരു ജെന്യുവിനാണ്. ഒരു വലിയ ഒരു എക്സ്പോഷർ ഒരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹത്തിനെ ക്രൂശിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സഹതാപ തരംഗം മിക്കവാറും ആഞ്ഞടിക്കും. അപ്പോൾ ഈ ഒരു 3 പേരെ പറ്റിയാണ് ഇപ്പോൾ തൽക്കാലം പറയാനുള്ള. ബാക്കി നമുക്ക് വരും വീഡിയോകളിൽ പറയാം. ഓക്കെ. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6 എല്ലാവിധ ആശംസകളും. പൊളിക്കട്ടെ. ലാലേട്ടൻ എമ്പുരാൻ്റെ സെറ്റിൽ നിന്നൊക്കെ വന്ന് ഷൂട്ട് ചെയ്യുവാണെന്ന് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ കുറേ മാറി. എനിക്ക് ഈ മലൈക്കോട്ട് വാലിബന് വേണ്ടിയിട്ട് വണ്ണം കുറച്ചതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ വീഡിയോയിലും അദ്ദേഹത്തിൻ്റെ താടിയൊക്കെ എന്ന് പറഞ്ഞാൽ കറക്റ്റ് നല്ല പ്രായം കുറച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച സീസണിൽ പോലെ തന്നെ ഈ ബോട്ടക്സ് അടിച്ചിട്ട് താടി വളർത്തി ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിന്ന ലാലേട്ടനല്ല. ഇപ്പോൾ കുറച്ചും കൂടിയൊക്കെ ആ താടി അദ്ദേഹത്തിൻ്റെ ആ ഒരു അത്യാവശ്യമല്ലാത്ത താടിയായിട്ട് മാറി. പണ്ട് അത്യാവശ്യമായൊരു താടിയായിട്ട് നിലനിൽക്കുമായിരുന്നു. ഇപ്പോൾ അത്യാവശ്യമല്ലാത്ത താടിയായിട്ട് മാറി. അതിന്
മലൈക്കോട്ട് പറയുമ്പോൾ സിനിമകളും അദ്ദേഹത്തിൻ്റെ ബോഡി ഫിറ്റ്നസ്സും എല്ലാം അതിനകത്ത് കാരണമായിട്ടുണ്ട്. അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ നമുക്ക് പിന്നീട് കാണാം. ഓക്കെ, ബൈ.